ഹലോ എവ്രിവൺ, വെൽക്കം ടു ലാൻസിയോ അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സയൻസ് സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പിന്നീട് അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ ഫ്യൂസ് ആണ്, ഓപ്ഷൻ ബി MCB, ഓപ്ഷൻ സി 3-pin പ്ലഗ് ആൻഡ് ഓപ്ഷൻ ഡി ELCB. ഈ 4 എണ്ണത്തിലും കൂട്ടത്തിൽ പെടാത്ത ഒരെണ്ണമുണ്ട്. അതേതെന്ന് കണ്ടെത്തണം. നോക്കിക്കേ, ഏതായിരിക്കും അത്? യെസ്, ഓപ്ഷൻ സി 3-pin പ്ലഗ് ആണ് ഈ കൂട്ടത്തിൽ പെടാത്തത് അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഈ 3-pin പ്ലഗ് ഇതിൽ കൂട്ടത്തിൽ പെടാതിരുന്നത്? നോക്കിക്കേ, ഈ 3-pin പ്ലഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യെസ്, 3-pin ഉപയോഗിക്കുന്നത് വൈദ്യുതാഘാതത്തിനെ അഥവാ ഇലക്ട്രിക്കിൻ്റെ ഷോക്കിനെ തടയാൻ വേണ്ടിയിട്ടും അതുപോലെ ഉപകരണങ്ങൾ കേടുവരാതിരിക്കാനും വേണ്ടിയിട്ടാണ് 3-pin പ്ലഗ് യൂസ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ ഫ്യൂസ്, MCB, ELCB ഇത് 3 ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്? നോക്കിക്കേ, ഇവ 3 സർക്യൂട്ട് ബ്രേക്കറുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സർക്യൂട്ട് ബ്രേക്കറുകൾ എന്ന് പറഞ്ഞു വെച്ചാൽ? യെസ്, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നു അല്ലേ? അപ്പോൾ സർക്യൂട്ടിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത് അല്ലേ? കറണ്ട് ഫ്ലോ നടക്കുന്നത് എന്തിലൂടെയാണ്? വൈദ്യുതിയുടെ പ്രവാഹം നടക്കുന്നത് സർക്യൂട്ടിലൂടെയാണ്. അപ്പോൾ അങ്ങനെ സർക്യൂട്ടിലൂടെ പോകുന്നത് എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കായി തടയുന്ന ഉപകരണങ്ങളാണ് സർക്യൂട്ട് ബ്രേക്കറുകൾ. ക്ലിയർ ആയില്ലേ? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയില്ലേ എന്താണ് സർക്യൂട്ട് ബ്രേക്കറുകൾ എന്ന് വെച്ചാൽ? സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലേക്കുള്ള വൈദ്യുതിയുടെ പ്രവാഹത്തെ തടയുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് സർക്യൂട്ട് ബ്രേക്കറുകൾ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, എന്താണ് MCBയും ELCBയും എന്ന് നോക്കാം. നോക്കിക്കേ, MCB എന്നതിൻ്റെ പൂർണ്ണരൂപം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തിനായിരിക്കും ഈ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നത്? മെയിൻലി അത് 2 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് എന്താ വെച്ചാൽ, അമിതമായി വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഓവർലോഡ് ഉണ്ടാവും അല്ലേ, അത് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? കറണ്ട് നിലയ്ക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് MCB ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയില്ലേ? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ELCB എന്ന് ഉദ്ദേശിക്കുന്നത്? ELCB എന്ന് വെച്ചാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറിനെയാണ് ELCB എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ELCB പേരിൽ തന്നെ ഉണ്ടല്ലേ, എർത്തിൻ്റെ ലീക്കേജിന് എന്ത് ചെയ്യുന്നു? തടയുന്നു. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ ലൈനിൽ നിന്നോ അല്ലെങ്കിൽ ഉപകരണത്തിൽ നിന്നുള്ള എർത്തിൻ്റെ ലീക്കേജ് ഉണ്ടാവുമല്ലോ, അഥവാ വൈദ്യുതിയുടെ ലീക്കേജ് സംഭവിക്കില്ലേ, അതിനെന്ത് ചെയ്യുന്നു? തടയുന്നതാണ് ELCBയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നുള്ള വീടുകളിലൊക്കെ എല്ലാവിടെയും ഉണ്ടല്ലേ ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇടിപൊട്ടലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമിതമായ നല്ലൊരു ശക്തിയുള്ളൊരു കാറ്റ് വീശുകയോ അല്ലെങ്കിൽ മഴ പെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടുകളിലെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? തനിയെ ആ ഒരു സർക്യൂട്ട് ഡൗൺ ആവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? കറണ്ട് കിട്ടില്ല അല്ലേ? അപ്പോൾ അതൊക്കെയാണ് MCB ELCBയുടെ ഓരോ ഉപയോഗങ്ങളെന്ന് പറയുന്നത്. ഇനി നോക്കുക, അടുത്തത് നമ്മൾ 3-pin കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ 3-pin എന്നതിൽ തന്നെ ഉണ്ടല്ലേ 3 പിന്നുള്ളതിനെയാണ് 3-pin എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ മെയിൻലി എന്തൊക്കെ പിന്നുകളാണ്? പേരെന്ന് പറയുന്നത് ഒരെണ്ണം ഫേസ് ആയിരിക്കും, ഒരു പിന്നിൻ്റെ പേര് ഫേസ് ആയിരിക്കും, ഒന്നിൻ്റെ പേര് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. പിന്നീട് അതിലൊരു കട്ടിയുള്ളതുണ്ട് അല്ലേ, കട്ടിയുള്ള മൂന്നാമത്തെ ഒരു വലിയൊരു പിന്നുണ്ട്, അതിനെയാണ് എർത്ത് പിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എർത്ത് പിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എർത്ത് പിൻ എന്ന് പറയുന്നത് ഇതിലൂടെ മെറ്റൽ പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെറ്റൽ ഇതിലൂടെ പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വൈദ്യുതിയുടെ പ്രതിരോധം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് എർത്ത് പിന്ന് വണ്ണം കൂടുതലായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതിൽ എർത്ത് പിന്നിൻ്റെ സൈസ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? വൈദ്യുതിയുടെ പ്രതിരോധം അല്ലെങ്കിൽ ഷോക്കൊക്കെ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതുപോലെ വൈദ്യുതി ഉപകരണങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പിന്നെ എർത്ത് പിൻ എന്താക്കിയിട്ടുണ്ട്? വലുതായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, അടുത്തത് ഫ്യൂസിനെ പരിചയപ്പെടാം.
ഈ ഫ്യൂസ് എന്ന് പറയുന്നത് നിർമ്മിക്കുന്നത് മെയിനായിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഫ്യൂസിൻ്റെ വയറ് കൂടെ ഘടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ആ വയറെന്ന് പറയുന്നത് എന്താണ്, എന്ത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്? ടിന്നും ലെഡ് കൊണ്ടുള്ള ലോഹങ്ങൾ സങ്കാരമാണ് അല്ലേ. ടിന്നും ലെഡും കൊണ്ടുള്ള ലോഹ സങ്കാരമാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സോൾഡറിൽ 70% ലെഡും 30% ടിന്നുമാണ് അടങ്ങിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നോക്കിക്കേ, ഇതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടൊരു ഗുണങ്ങളുള്ള വയറെന്ന് പറയുന്നത് താഴ്ന്ന ദ്രവണാങ്കവും അതുപോലെ ഉയർന്ന ചലനശേഷിയുമുള്ളതിനെയാണ് ആ ഫ്യൂസ് വയർ ആയിരിക്കും ഏറ്റവും അടിസ്ഥാന ഗുണങ്ങളുള്ള ഒരു വയറെന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്യും? അമിതമായി താപം ഉണ്ടാവില്ലേ, ചൂട് അനുഭവപ്പെടും. ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ, ഇപ്പോൾ മിക്സിയൊക്കെ ഒരുപാട് നേരം ഓടിച്ചു എന്ന് വെച്ചാൽ എന്തായിരിക്കും? അധികമായി താപം ഉണ്ടായിട്ട് ആ മിക്സി എന്ത് ചെയ്യും? ചൂടാവും അല്ലേ. അങ്ങനെ എന്ത് ചെയ്യും? ചൂടായിട്ട് ഒരുപാട് നേരം ഉപയോഗിച്ച് എന്താ സംഭവിക്കുക? ഉപകരണങ്ങൾ കേടുവരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പം അത് തടയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂസ് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ഫ്യൂസുകൾ എന്താണെന്നും അതുപോലെ MLCB, MCB, ELCB, പിന്നെ എന്തായിരുന്നു പഠിച്ചത്? 3 പിന്നിൻ്റെ പ്ലഗിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അവ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും അവ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെന്നൊക്കെ തടയാമെന്നും എന്നൊക്കെ പഠിച്ചു അല്ലേ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഫിസിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കാവുന്ന ഏത് ഉപകരണത്തിൻ്റെ ധർമ്മം നിറവേറ്റാൻ വേണ്ടിയാണ് IC ചിപ്പുകൾ? ഓപ്ഷൻ എ റെസിസ്റ്റർ, ഓപ്ഷൻ ബി കപ്പാസിറ്റർ, ഓപ്ഷൻ സി പ്രോസസ്സർ ആൻഡ് ഓപ്ഷൻ ഡി ട്രാൻസിസ്റ്റർ. ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ ഏത് ധർമ്മം നിറവേറ്റാൻ വേണ്ടിയാണ് IC ചിപ്പുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചേ. ഓപ്ഷൻ സി പ്രോസസ്സർ എന്നതാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് പ്രോസസ്സർ എന്ന ഉത്തരം കിട്ടിയത് നോക്കാം. നോക്കിക്കേ, നമുക്ക് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ അറിയാമല്ലേ, കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് എന്താണ്? അത് CPU ആണ് അല്ലേ. CPUവിൻ്റെ പേര് തന്നെ എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് അല്ലേ. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ തന്നെ ഉണ്ടല്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ CPU ആണ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത്. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഭാഗം ആണല്ലോ, നമ്മുടെ ശരീരത്തിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് തലച്ചോറ് തന്നെയാണല്ലേ. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെയും പ്രധാന ഭാഗം എന്ന് പറയുന്നത് CPU ആണ്, അഥവാ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നായിട്ടാണ് CPUവിനെ അറിയപ്പെടുന്നത്. ഈ CPUവിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? CPUവിന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. അത് ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. നോക്കിക്കേ, ഒന്നാമത്തേത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ഒന്നാമത്തേത് എന്താണ്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. രണ്ടാമത്തെ എന്താണ്? കൺട്രോൾ യൂണിറ്റ്. എന്താണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. മൂന്നാമത് എന്താണ്? മെമ്മറി യൂണിറ്റ്. ഒരു ബ്രെയിനിന് എന്തൊക്കെയാണ് ആവശ്യം? ബ്രെയിനിലൂടെയാണ് ലോജിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. അതേപോലെ തന്നെ CPUവിനും എന്തുണ്ട്? അരിത്തമെറ്റിക് ലോജിക് ആയിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. അതുപോലെ എന്താണ്? നമ്മുടെ ആക്ടിവിറ്റീസുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ബ്രെയിൻ ആണല്ലേ. അപ്പോൾ അതുപോലെ CPU എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. ഇനി മൂന്നാമത്തത് നമ്മുടെ മെമ്മറിയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് പോലെ, ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്ന പോലെയാണ് CPUവിൽ മെമ്മറി ഒരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ തലച്ചോറുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ മറന്നു പോകാതെ പഠിക്കാൻ കഴിയും. ഇനി നോക്കുക, നമുക്ക് ഓരോരോ മഹത് വ്യക്തികളും അവരുടെ കണ്ടുപിടുത്തങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരെന്നാണ്. ഓക്കെ, അത് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ചാൾസ് ബബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ബാഗും ബബേജും ഒരേപോലെയാണല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാഗിലിട്ടിട്ട് സൂക്ഷിക്കുന്ന പോലെയുള്ളതാണെങ്കിൽ, അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു രീതിക്ക് അത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? ചാൾസ് ബബേജ് ആണ്. ഇനി അടുത്ത നോക്കിക്കേ, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് അല്ലേ. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്ന് പറയുന്നത് വിൻഡൻ ഗ്രേ സർഫ് ആണല്ലേ. അപ്പോൾ ഈ സർഫ് എന്ന വാക്ക് കണ്ടോ?
അത് നോക്കിക്കേ, അതെന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലാണ് നമ്മൾ അധിക കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സെർച്ചിലൂടെ നമുക്ക് എന്താ പറയാം, ഇവിടെ സർഫ് എന്നുള്ള പേര് ഓർത്തിരിക്കാം അല്ലേ. സർഫ് എന്നുള്ള പേര് ഓർത്തിരിക്കാൻ സെർച്ചിലൂടെ നമുക്ക് ഓർത്തിരിക്കാം അല്ലേ. അപ്പോൾ വിൻഡൻ ഗ്രേ സർഫാണ് എന്ത് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അലൻ ട്യൂറിംഗ് ആണ് കേട്ടോ. അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ്. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലെ സയൻസിൻ്റെ കുട്ടികളെല്ലാവരും കൂടെ ഒരു ടൂർ പോയി എന്നാലോചിക്കുക. അപ്പോൾ എന്താണ് അലൻ ട്യൂറിംഗ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് കിട്ടിയില്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആര്? സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് സൈമൂർ റോജർ ക്രേ. എന്താണ്? സൈമൂർ റോജർ ക്രേ ആണ്. ഓക്കെ, ഇതിൽ ക്രേ എന്ന് കണ്ടില്ലേ? ക്രേ എന്ന് പറയുമ്പോൾ സൂപ്പർ ബൈക്ക്, സൂപ്പർ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു ക്രൈസ് ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ക്രേ എന്നുള്ള വാക്ക് ക്രൈസിൽ നിന്ന് കിട്ടി. ഓക്കെ, ക്രേ എന്നെന്ത് കിട്ടി? ക്രൈസിൽ നിന്ന് കിട്ടി. ഇനി നോക്കുക, സൈമൂർ റോജർ അല്ലേ, അതൊന്ന് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് സൈമൂർ റോജർ ക്രേ ആണ്. ഇനി അടുത്ത നോക്കിക്കേ, സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് അതാരാണ്? റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ ആണ്. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ, സ്വതന്ത്രം എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടുള്ളതെന്ന് ആലോചിക്കുക. സോഫ്റ്റ്വെയർ, അപ്പോൾ സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഉള്ള ഒരാളാണ് അല്ലേ. അപ്പോൾ അയാൾ എന്ത് പറയാം, നമുക്ക് റിച്ച് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ റിച്ചാർഡ് മാത്യു അയാൾ എന്ത് ചെയ്തു, സ്വതന്ത്രമായിട്ട് സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ട് അയാൾ എന്ത് ഒരു സ്റ്റോൾ ഇട്ടു. അപ്പോൾ അതിനെയാണ് സ്റ്റോൾമെൻ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടിപ്പൊക്കെ ജസ്റ്റ് ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഓർത്തിരുന്ന് വെച്ചാൽ നമുക്കിതൊന്നും മനസ്സിൽ നിന്നും മാറില്ല അല്ലേ. നോക്കിക്കേ, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ബാഗ് വെച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് ചാൾസ് ബബേജ് ആവുന്നു. ഇനി ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്ന് പറയുന്നത് വിൻഡൻ ഗ്രേ സർഫ്, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്നതിലൂടെ, ഇൻ്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിൻഡൻ ഗ്രേ സർഫ് എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികളെല്ലാവരും കൂടി എന്ത് ചെയ്തു, ടൂർ പോയി. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് അല്ലേ. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ക്രേ ആണ്, ക്രൈസ് ഉള്ളതാണെന്ന് പറഞ്ഞു അല്ലേ കമ്പ്യൂട്ടറുകളോടൊക്കെ. അപ്പോൾ സൈമൂർ റോജർ ക്രേ ആണ് അത് കണ്ടുപിടിച്ചത്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് അതാരാണ്? റിച്ചാർഡ് മാത്യു സ്റ്റാൾമൻ ആണ്. സ്വതന്ത്രമായിട്ട് സോഫ്റ്റ്വെയർ ഉള്ള ഒരാളാണ്. ആരാണ്? അവരിപ്പോൾ റിച്ചാണ്. അപ്പോൾ റിച്ചാർഡ് മാത്യു അയാൾ എന്ത് ചെയ്തു, ഒരു സ്റ്റോൾ ഇട്ടു, സ്റ്റോൾമൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തണം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ബോയിൽസ് നിയമം, ഓപ്ഷൻ ബി ജൂൾ നിയമം, ഓപ്ഷൻ സി ചാൾസ് നിയമം ആൻഡ് ഓപ്ഷൻ ഡി അവഗാഡ്രോ നിയമം. താഴെ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ നിന്നും ഏതോ ഒന്ന് കൂട്ടത്തിൽ പെടാത്തതുണ്ട്, അതേതെന്ന് കണ്ടെത്തണം. നോക്കിക്കേ, ഇതിൽ ഏതാണപ്പോൾ കൂട്ടത്തിൽ പെടാത്തത്? ഒന്ന് ആലോചിക്കുക. ഓപ്ഷൻ ബി ജൂൾ നിയമമാണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലേ. എന്തുകൊണ്ടായിരിക്കും അത് കൂട്ടത്തിൽ പെടാതെ പോയത്? ഈ ജൂൾ നിയമം എന്ന് പറയുന്നത് നോക്കിക്കേ, കറണ്ട് അഥവാ വൈദ്യുതി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ അഥവാ താപത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമമാണ് എന്ത്, ജൂൾ നിയമം. അഥവാ ഇത് റിലേറ്റ് ചെയ്യുന്നത് എന്തുമായിട്ടായിരിക്കും? വൈദ്യുതിയുമായിട്ടാണ് ജൂൾ നിയമം വരുന്നത്. ബാക്കിയുള്ളത് ബോയിൽസ് നിയമം, ചാൾസ് നിയമം, അതുപോലെ അവഗാഡ്രോ നിയമമൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? അത് ഗ്യാസ് അല്ലെങ്കിൽ വാതകവുമായിട്ടുള്ള നിയമങ്ങളാണ് അവ പറയുന്നത്. ജൂൾ നിയമം എന്താണ്? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമമാണ് ജൂൾ നിയമം. ബാക്കിയുള്ള 3 വരുന്നത് എന്താണ്? യെസ്, അതെന്ന് പറയുന്നത് വാതകവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങളാണ്. ക്ലിയർ ആയില്ലേ? നോക്കിക്കേ, അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് ജൂൾ നിയമം തന്നെയാണ് അല്ലേ. ഇനി നോക്കുക, ഈ ജൂൾ നിയമം ആദ്യം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ആണ് അല്ലേ. നോക്കിക്കേ, ആ പേരിൽ തന്നെ ഉണ്ട് ജൂൾ എന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ജൂൾ നിയമം കണ്ടുപിടിച്ചത് ജൂളാണ്, ജെയിംസും ജൂളും കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള നെയിം കണ്ടുപിടിക്കാൻ നോക്കിക്കേ, ഇയാൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം? ജെയിംസ്
പ്രസ്കോട്ട് ജൂളാണ് ജൂൾ നിയമം കണ്ടുപിടിച്ചതെന്ന് പറയാം. ഇനി നോക്കുക, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനാണ് ഊർജം എന്ന് പറയുന്നത് അല്ലേ. നമുക്കൊരു പ്രവൃത്തി, എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം അല്ലേ. ടയേർഡായിരുന്നു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല അല്ലേ. പക്ഷേ ഊർജ്ജത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും? പ്രവർത്തികൾ ചെയ്യാൻ കഴിയില്ലേ. അപ്പോൾ ഭൂമിയിലെ എല്ലാത്തിൻ്റെ ഊർജ്ജത്തിൻ്റെയും അടിസ്ഥാന ഉറവിടം എന്ന് പറയുന്നത്, ബേസിക് ആയിട്ട് നമുക്ക് ഊർജ്ജം കിട്ടുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നുമാണ്. ഓക്കെ, ഇനി ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ്. ഓക്കെ, ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുല്ലേ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത്. എനർജി മെയിനായിട്ട് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സൂര്യനിൽ നിന്നുമാണ്. അതിൻ്റെ SI യൂണിറ്റും പഠിച്ചു, ജൂളാണ്. ഇനി ഇത് കണ്ടുപിടിച്ചത് ആരാണ്? അത് ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ് അല്ലേ കണ്ടുപിടിച്ചത്. ഇത് മറക്കില്ലല്ലോ. ഇനി നോക്കുക, ഇനി നോക്കിക്കേ, എർഗാണ് ഊർജത്തിൻ്റെ CGI യൂണിറ്റ്. SI യൂണിറ്റ് പഠിച്ചൂലേ, ഊർജത്തിൻ്റെ SI യൂണിറ്റ് എന്തായിരുന്നു? അത് ജൂളാണ്. ഇനി നോക്കുക, എർഗാണ് അതിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁷ എർഗാണ്. ഓക്കെ, ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണ്. ഇനി ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് എത്രയാണ്? 3600 ജൂളുമാണ്. ക്ലിയർ ആയില്ലേ? ഇനി നോക്കിക്കേ, ഇനി നമുക്ക് കൂട്ടത്തിൽ പെടാത്ത 3 നിയമങ്ങളുണ്ട് അല്ലേ. ഗ്യാസ് ലോയിൽ വരുന്നത് അല്ലെങ്കിൽ വാതക നിയമത്തിൽ വരുന്ന 3 ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ അല്ലേ. അപ്പോൾ നമുക്കത് വിശദമായിട്ട് പഠിക്കാം. നോക്കിക്കേ, എന്തുകൊണ്ടായിരിക്കും ഇവ 3നെയും വാതക നിയമത്തിൽ ഉൾപ്പെടുത്തിയത് എന്നെന്ന് വെച്ചാൽ, ഇവരെന്ന് പറയുന്നത് വാതകത്തിൻ്റെ സ്വഭാവത്തെയും അതുപോലെ അവരുടെ വ്യാപ്തം, മർദ്ദം, അതുപോലെ താപം, ഇവരെ ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ്, ഒരു നിയമമാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നു? ഗ്യാസ് നിയമത്തിൽ അല്ലെങ്കിൽ വാതക നിയമത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നോക്കുക, ആദ്യം തന്നെ ബോയിൽസ് നിയമം. ബോയിൽസ് നിയമം എന്ന് പറഞ്ഞു വെച്ചാൽ, നോക്കിക്കേ, ശ്രദ്ധിക്കുക, ബോയിൽ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? തിളപ്പിക്കുക അല്ലേ. അതൊന്ന് ആലോചിച്ചിരിക്കുക. ആ തിളപ്പിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലേ. തിളപ്പിക്കുന്ന സമയത്ത് എന്താണ്? ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപം, ചൂട് അനുഭവപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ എന്തു പറയാം? ഇവിടെ താപം എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോയിൽസ് നിയമത്തിൽ സ്ഥിരമായിരിക്കും. ഓക്കെ, അതിനൊരു ചേഞ്ചും വരില്ല. എപ്പോഴും എന്തായിരിക്കും? ബോയിൽസ് ലോയിൽ താപനില സ്ഥിരമായിരിക്കും. ഈ ഒരു കാര്യം ക്ലിയർ ആക്കി വയ്ക്കുക. ഇനി നോക്കുക, ഇവിടെ ഒരു നിശ്ചിത മാസം, എത്ര മാസമാണെന്നൊന്നും പറയില്ല, ആ മാസമുള്ള ഒരു വാതകമാണ്, ഒരു ഗ്യാസാണ് ഇതിൽ തന്നിട്ടുള്ളത്. നോക്കിക്കേ, ഇത് 2 എണ്ണത്തിലും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോക്കുക, താപനില എന്ന് പറയുന്നത് 2 എണ്ണത്തിൻ്റെ എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, വ്യത്യാസം വരുന്നത് എന്തിനു മാത്രമാണ്? അതുപോലെ നോക്കിക്കേ, വ്യാപ്തത്തിനും അതുപോലെ മർദ്ദത്തിനും മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. ശ്രദ്ധിക്കത്, നോക്കിക്കേ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപത്തിലൊരു വ്യത്യാസങ്ങളും വരുന്നില്ല. ആകെ വ്യത്യാസം വരുന്നത് വ്യാപ്തത്തിനും മർദ്ദത്തിനുമാണ്. ഇനി നോക്കുക, ഇവിടെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത് എന്താണ്? 1ലാണ് ഇരിക്കുന്നത് അല്ലേ. ഇതിൽ നോക്കിക്കേ, പിന്നീട് 3ലെത്തി. അങ്ങനെ വ്യാപ്തം നോക്കുക, ആ സമയത്ത് എന്തായിരിക്കും? ഇവിടെ കുറയുന്ന സമയത്ത് അഥവാ മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി അടുത്തതിലാണെങ്കിലോ, മർദ്ദം കൂടുന്ന സമയത്ത് നോക്കിക്കേ, വ്യാപ്തം കുറയുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ബോയിൽസ് നിയമം എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ബോയിൽ ചെയ്യാണ്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂടുള്ള സാധനമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ അതിൽ സ്ഥിരമായിരിക്കും. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ആകെ വ്യത്യാസങ്ങൾ വരുന്നത് എന്തിനൊക്കെയാണ്? മർദ്ദത്തിനും അതുപോലെ വ്യാപ്തത്തിനുമാണ്. മർദ്ദം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? വ്യാപ്തം കൂടുന്നു. അത് രണ്ടും വിപരീത അനുപാതത്തിലാണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത നോക്കിക്കേ, ഇവിടെ വ്യാപ്തം കൂടിയില്ലേ, മർദ്ദം കൂടിയില്ലേ. അപ്പം എന്ത് ചെയ്തു? വ്യാപ്തം എന്ത് ചെയ്തു? അതിൻ്റെ വിപരീതമായിട്ട് എന്ത് ചെയ്തു? കുറയാണ് ഉണ്ടായത്. അതാണ് ബോയിൽസ് നിയമം എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നിയമത്തെ പരിചയപ്പെടാം. അടുത്തതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. നോക്കിക്കേ, എന്താണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്? ചാൾസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണല്ലേ. ആ വ്യക്തിക്ക് ഭയങ്കര പ്രഷറാണെന്ന് വിചാരിക്കുക.
പ്രഷർ എന്ന് പറയുമ്പോൾ മർദ്ദമുള്ള ഒരാളാണ്, BP ഒക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ മർദ്ദം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ആ ഒരു കാര്യം, ആ ഒരു ജസ്റ്റ് ഒരു കൺസെപ്റ്റ്, ആ ഒരു വരി മാത്രം എന്ത് ചെയ്യുക? ഒരു സ്ഥിരതയാക്കിയിട്ട് വെക്കുക. അപ്പോൾ അവിടെ എന്തായിരുന്നു? ബോയ്ൽസ് ലോയിൽ താപനിലയായിരുന്നു സ്ഥിരതയായിട്ട് വരുന്നത്. ചാൾസിന് എന്താണ്? പ്രഷറുള്ള ആളാണ്. അപ്പം എന്ത് ചെയ്തു? മർദ്ദമായിരിക്കും ഇവിടെ സ്ഥിരമായിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ പ്രഷറിന് എന്താണ്? ഈ ഇമേജിലൊരു വ്യത്യാസവും വരുന്നില്ല അല്ലേ? ഇനി നോക്കുക, ഇവിടെ ആകെ വ്യത്യാസം വരുന്നത് എന്തിനാണ്? നോക്കുക, ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപത്തിനും അതുപോലെ വ്യാപ്തത്തിനുമാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇനി നോക്കുക, നോർമലി നമ്മൾ ഒരു ചായ തിളപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചെറിയ ചൂടിലാണ്, കുറഞ്ഞ ചൂടിലാണ് നമ്മൾ ചൂടാക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് ആ ഒരു പാത്രത്തിൽ ഒരു മിതം ആയിട്ടുള്ളൊരു ലെവലുണ്ടല്ലോ, അതിലെന്ത് ചെയ്യില്ല? കവിയില്ല അല്ലേ? പക്ഷേ നമ്മൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ചൂട് ഭയങ്കരമായിട്ട് ഹൈയിലിട്ടു എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അത് കിടന്ന് തിളയ്ക്കാൻ തുടങ്ങും അല്ലേ? തിളയ്ക്കുന്ന സമയത്ത് എന്തായിരിക്കും? നോർമലി ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ അത് തിളച്ച് എന്തായിട്ട് വരും? ഇത്രയായിട്ട് വരും അല്ലേ? പൊങ്ങി നിൽക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതേ നിയമം തന്നെയാണ് ചാൾസ് നിയമത്തിലും പറയുന്നത്. നോക്കിക്കേ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് താപനില എന്ത് ചെയ്തു? കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ വ്യാപ്തിയും എന്താണ്? കുറഞ്ഞതായിരിക്കും അല്ലേ? അപ്പോൾ ഇത് താപനില നേർ അനുപാതമാണ്, അഥവാ ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇത് കുറഞ്ഞോ, താപനില കുറഞ്ഞോ, അതേപോലെ എന്ത് ചെയ്യും? വ്യാപ്തവും അതിൻ്റെ കുറയും. പക്ഷെ മർദ്ദം എന്തായിരിക്കും? എപ്പോഴും ഒരേപോലെ ആയിരിക്കും, ഒരേ അനുപാതത്തിലായിരിക്കും മർദ്ദം ഉണ്ടാവുന്നത്. ഇനി നോക്കുക, ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില എന്ത് ചെയ്തു? കൂടി. അപ്പോൾ എന്ത് ചെയ്തു? വ്യാപ്തത്തിനും കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. ഇനി അടുത്ത നിയമം നോക്കാം. മൂന്നാമത്തെ നിയമമാണ് അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. ഇതിൽ മർദ്ദവും താപവും സ്ഥിരമാകുകയാണ്. ഓക്കെ, അപ്പോൾ മുൻപുള്ള പറഞ്ഞതിനെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഇതിൽ രണ്ട് കാര്യങ്ങൾ സ്ഥിരമായിരിക്കും. എന്തൊക്കെയാണ്? മർദ്ദവും താപവും സ്ഥിരമായിരിക്കും. അതാണ് അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ഫിഷ് ടാങ്ക് വാങ്ങുന്നു, അതിൽ കുറച്ച് മീനുകളെ ഇടുന്നു. ഓക്കെ, അപ്പോൾ അതിൽ മീനുകളുടെ ഒരു എണ്ണത്തിനൊരു ലിമിറ്റ് ഉണ്ടാവില്ലേ? കാരണം എന്താണ്? അത്രയും മീനുകളെ വരുള്ളൂ, അതിൽ നീങ്ങാനൊക്കെ കഴിയാതെ അവർക്ക് അത്രേ പറ്റുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഒരു കടൽ ആലോചിക്കുകയാണെങ്കിൽ, കടലിൽ നോക്കിക്കേ എത്രങ്ങാനും മത്സ്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്ക് എന്താണ്? നീന്തി കളിക്കാനും എല്ലാത്തിനും കുറേ സ്പേസ് ഉണ്ട് അല്ലേ അവിടെ. പക്ഷെ ഒരു അക്വേറിയത്തിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ മീനുകളുടെ എണ്ണം കുറവായിരിക്കും. അതേ ഒരു കാര്യമാണ് അവഗാഡ്രോ നിയമത്തിൽ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഇതിൽ വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതമായിരിക്കും. നോക്കിക്കേ, ഇപ്പോൾ വ്യാപ്തവും കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നാണ് പറയുന്നത്? തന്മാത്രകളുടെ എണ്ണവും കൂടും. അഥവാ ഇപ്പം എന്താണ്? കടലിൽ വോളിയം കൂടുതലാണല്ലേ, വ്യാപ്തം കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതിൽ തന്മാത്രകളുടെ എണ്ണവും കൂടുതലായിരിക്കും. പക്ഷേ അഥവാ മീനുകളുടെ എണ്ണവും കൂടുതലായിരിക്കും എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇനി പക്ഷേ ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ അക്വേറിയത്തിലൊക്കെ ആവുന്ന സമയത്ത് എന്തായിരിക്കും? വ്യാപ്തം കുറവായിരിക്കും അല്ലേ? ആ കുറവായിരിക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? മീനുകളുടെ എണ്ണവും കുറവായിരിക്കും. അതുപോലെ വ്യാപ്തം കുറയുന്ന സമയത്ത് ഇവിടെ പറയുകയാണെങ്കിൽ തന്മാത്രകളുടെ എണ്ണത്തിലും കുറവ് വരുത്തും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ 3 ലോയും ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നിട്ടുള്ള ഒരു ലോ ആയിരുന്നു ജൂൾ ലോ. ജൂൾ ലോയും അത് കണ്ടുപിടിച്ചത് ആരാണെന്നും അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം വായിക്കാം. 5 ഗ്രാം മോളിക്കുലർ മാസുള്ള ജലത്തിൻ്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോക്കിക്ക്, 5 ഗ്രാം മോളിക്കുലർ മാസുള്ള ജലത്തിൻ്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടുന്നത് നോക്കിയാലോ? നോക്കിക്കേ, ആദ്യം തന്നെ എന്തിൻ്റെ പറഞ്ഞത്? ജലത്തിൻ്റെ ആണല്ലേ, വാട്ടറിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ, വെള്ളത്തിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? മോളിക്കുലർ ഫോർമുല അഥവാ തന്മാത്ര ഫോർമുല നമുക്കറിയാലോ അല്ലേ? അതെങ്ങനെയായിരിക്കും? H2O എന്നതായിരിക്കും അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇതിൽ എത്ര ഹൈഡ്രജനും എത്ര ഓക്സിജനാണുള്ളത്? 2 ഹൈഡ്രജനും അതുപോലെ 1 ഓക്സിജനാണ് ഉള്ളത്. ഇനി നോക്കുക, നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓരോന്നിൻ്റെയും ആറ്റോമിക് മാസ് എഴുതി നോക്കാം അല്ലേ? ഹൈഡ്രജൻ്റെ ആണെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ 1 ആണ്. ഇനി ഓക്സിജൻ്റെ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ 16 ആണ്.
ഇനി നോക്കിയാൽ ഹൈഡ്രജൻ്റെ ഒന്ന് മാത്രം എടുത്താൽ മതിയോ? പറ്റില്ല അല്ലേ, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഹൈഡ്രജൻ്റെ H2ൻ്റെ ആണെങ്കിൽ ഇവിടെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്ര വരും? 2 വരും അല്ലേ. ഇനി നോക്കുക, നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇവിടെ 2 ഉണ്ട് പ്ലസ് 16 ഉണ്ട് അല്ലേ. അപ്പോൾ 2 + 16 എന്ന് പറയുന്നത് എത്ര വരും? 18 വരും അല്ലേ. ഓക്കെ, 18 വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി എന്തെന്ന് പറയുന്നത്? ഒരു GMM കിട്ടി അല്ലേ. അപ്പോൾ ഒരു വാട്ടറിൻ്റെ 1 GMM ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 GMM ആണ് അല്ലേ. 5 ഗ്രാം മോളിക്കുലർ മാസ്സുള്ള ജലത്തിൻ്റെ മാസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ 18 എന്ത് ചെയ്യാം? 18 × 5 വെച്ചിട്ട് ഗുണിക്കാം. അപ്പോൾ എത്ര കിട്ടുക? 18 × 5 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 90 കിട്ടും. അഥവാ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? നമുക്കൊന്നും കൂടെ മെത്തേഡ് പറയാം എങ്ങനെയാണ് ചെയ്തതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ആദ്യം ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ജലത്തിൻ്റെ മാസ്സാണല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ മാസ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് H2O ആണ്. അഥവാ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്നതാണ് വാട്ടർ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇതിൻ്റെ ആറ്റോമിക് മാസ് നമ്മൾ എഴുതുന്നു. ഹൈഡ്രജൻ്റെ 1 പക്ഷേ ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളതിനാൽ നമ്മൾ എന്ത് ചെയ്തു? 2 ആക്കിയിട്ട് അതിൻ്റെ ആറ്റോമിക് മാസ് കണക്കാക്കുന്നു. ഇനി അടുത്തത് ഓക്സിജൻ്റെ ആണെങ്കിൽ അത് 16 ഇനി അപ്പോൾ ഇതിൻ്റെ മാസ് കാണാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. 16 + 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 18 കിട്ടി. ഇതാണ് ജലത്തിൻ്റെ 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അഥവാ 1 GMM ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 18. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5 ഗ്രാമിൻ്റെ ആണ് കണക്കാക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിന് സിമ്പിളായിട്ട് 18 × 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 90 ഗ്രാം എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയില്ലേ? വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 90 ഗ്രാമാണ് ഉത്തരം വന്നത്. എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. നോക്കിക്കേ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സർവിക ലായനം അഥവാ എല്ലാ ദേശത്തും കാണുന്ന ഒരു ലായനമാണ് എന്തെന്ന് പറയുന്നത്? ജലം അല്ലെങ്കിൽ വാട്ടർ, വെള്ളം എന്ന് പറയുന്നത് അല്ലേ. ഇനി ആ വെള്ളം എന്ന് പറയുന്നത് 3 അവസ്ഥകളിലാണ് ഇരിക്കുന്നത്. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം അഥവാ സോളിഡ്, ലിക്വിഡ് ആൻഡ് വേപ്പർ. അങ്ങനെ 3 അവസ്ഥകളിലാണ് ജലം കാണപ്പെടുന്നത്. നമുക്കറിയാലേ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ്? മഴവെള്ളം തന്നെയാണല്ലേ. ഏറ്റവും ശുദ്ധമായ ജലം എന്ന് പറയുന്നത് ഏതാണ്? മഴവെള്ളമാണ്. ഇനി അടുത്ത നോക്കിക്കേ, ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? അത് 7. ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? അത് 7. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? സർവിക ലായനം എന്ന് പറയുന്നത് ജലമാണെന്ന് പഠിച്ചു. പിന്നെ മഴവെള്ളം എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധമായ ജലമാണ് അല്ലേ മഴവെള്ളം എന്ന് പറയുന്നത്. അതിൻ്റെ pHും പഠിച്ചു, 7. ഇനി അത് 3 അവസ്ഥകളിലാണ് ഇരിക്കുന്നത്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലാണ് നിൽക്കുന്നതെന്ന് പഠിച്ചു. ഇനി നോക്കുക, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ഐസ് ഇടുമ്പോൾ അത് മുകളിൽ പോയി കിടക്കുന്നതെന്ന്? അതിൻ്റെ സാന്ദ്രത കുറവായതിനാലാണ് അതെന്ത് ചെയ്യുന്നത്? മേലെ പോയിട്ട് ഐസ് കട്ട എന്ത് ചെയ്യുന്നത്? ജലത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് ഐസ് കട്ടയ്ക്ക്. അതുകൊണ്ടാണ് ജലത്തിൻ്റെ മുകളിൽ അത് പൊങ്ങി കിടക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നോക്കാം, ഒരു ജലം എന്ന് പറയുന്നത് തിളയ്ക്കാൻ വേണ്ടി എടുക്കുന്ന സെൽഷ്യസ് അഥവാ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഒരു ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? 7 അതിൻ്റെ ശുദ്ധജലത്തിൻ്റെ എന്ത് പഠിച്ചത്? pH എന്ന് പഠിച്ചു. ഇനി പറയുന്നത് എന്താണ്? അതിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പഠിച്ചു. ഇനി നോക്കുക, ഇനി ജലത്തിൻ്റെ കാഠിന്യമുള്ളതുണ്ടല്ലോ, ആ കാഠിന്യമുള്ള ജലം ആവാനുള്ള കാരണം നോക്കിക്കേ. അഥവാ സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും അല്ലേ. ഇതിലെന്താണ്? സോഫ്റ്റ് വാട്ടറിൽ കുറേ പത ഉണ്ട് അല്ലേ. പക്ഷേ ഈ ഹാർഡ് വാട്ടറിൽ പതയുണ്ടോ? ഇല്ല അല്ലേ, പത കാണുന്നില്ല അല്ലേ. അപ്പോൾ സോപ്പ് എളുപ്പത്തിൽ പതയാത്ത ജലത്തിന് എന്തു പറയുന്നു? കഠിന ജലം എന്ന് പറയുന്നു. ഇനി അടുത്ത നമുക്ക്, സോപ്പ് വാട്ടർ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് പതയുന്നുണ്ട് അല്ലേ. അതിനെ എന്ത് വിളിക്കുന്നു? സോഫ്റ്റ് വാട്ടർ അല്ലെങ്കിൽ മിതജലം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് സോഫ്റ്റ് വാട്ടറും അതുപോലെ ഹാർഡ് വാട്ടർ എന്താണെന്നുള്ളതും പഠിച്ചു അല്ലേ. ഇനി നോക്കുക, അടുത്തൊരു കാര്യം പറയുന്നത് കാൽസ്യവും മെഗ്നീഷ്യവും. ഓക്കെ, കാൽസ്യവും മെഗ്നീഷ്യവും. അപ്പോൾ അഥവാ അതിൻ്റെ കാൽസ്യത്തിൻ്റെ ക്ലോറൈഡും മെഗ്നീഷ്യത്തിൻ്റെ സൾഫേറ്റുമാണ് ജലത്തിന് സ്ഥിരകാഠിന്യത്തിന് കാരണം.
ഓക്കെ, അപ്പോൾ ഈ ജലത്തിൻ്റെ സ്ഥിരമായിട്ട് എപ്പോഴും എന്ത് ചെയ്യും, കാഠിന്യമായിട്ടുള്ളതായിരിക്കും. ഹാർഡ് വാട്ടർ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കാൽഷ്യം ക്ലോറൈഡും അതുപോലെ മഗ്നീഷ്യത്തിൻ്റെ സൾഫേറ്റുമാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ, ഇനി അടുത്തൊരു പോയിന്റും കൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കിക്കേ, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിൻ്റെ കാരണം പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ്? കാൽഷ്യവും മഗ്നീഷ്യവും ഉണ്ടാവും. അതിൽ കാൽഷ്യത്തിൻ്റെ ക്ലോറൈഡും അതുപോലെ മഗ്നീഷ്യത്തിൻ്റെ സൾഫേറ്റുമാണ് സ്ഥിര കാഠിന്യത്തിന് കാരണമാകുന്നത്. ഓക്കെ, ഇനി നോക്കുക, താൽക്കാലിക കാഠിന്യമുണ്ട്. അതിന് കാരണം എന്താണ്? കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെ എന്താണ്? ബൈകാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതിൽ സ്ഥിര കാഠിന്യമാണല്ലേ, സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ എന്തുവാ, റൈഡ് പോവുക അല്ലേ. അപ്പോൾ കാൽഷ്യവും മഗ്നീഷ്യവും ഓർത്തിരിക്കണം. അതിന് കൂടെ വരുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ്. സ്ഥിരമായിട്ടുള്ള ആളുടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രിപ്പ് പോവുക. അപ്പോൾ റൈഡ് പോകുന്നത് റൈഡാണ് കേട്ടോ. അപ്പോൾ ക്ലോറൈഡും അതുപോലെ സൾഫേറ്റ് ഫ്ലൈറ്റിലാണ് പോകുന്നത്. റൈഡ് പോകണത് എന്തിലാണ്? ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ സൾഫേറ്റ് എന്ന് ആലോചിക്കാമെന്നൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തന്നാണ്. ഇനി നോക്കുക, അടുത്ത എന്താണ്? ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യമാണല്ലേ. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ എന്താണ്? ബായ് പറഞ്ഞ് നമ്മൾ വിട്ടാക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണം? ബായ് പറഞ്ഞ് വിട്ടാക്കണം. സോ നമുക്ക് എന്ത് പറയാം? മഗ്നീഷ്യവും കാൽഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. ഓക്കെ, ഇത് കിട്ടിയില്ലേ? ഇനി നോക്കുക, താൽക്കാലിക കാഠിന്യവും അതുപോലെ സ്ഥിര കാഠിന്യവും ഉണ്ട്. ഇവ രണ്ടിനെയും നമുക്ക് നീക്കം ചെയ്യണം. അത് എങ്ങനെയാണ് നമുക്ക് നീക്കം ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ താൽക്കാലിക കാഠിന്യം എങ്ങനെ നീക്കം ചെയ്യാമെന്ന് നോക്കാം. നോക്കിക്കേ, വെള്ളം തിളപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? താൽക്കാലിക കാഠിന്യത്തെ ഇല്ലാതാക്കാം. ഇനി സ്ഥിര കാഠിന്യമാണെങ്കിൽ ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം നീക്കം ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വാഷിംഗ് സോഡ ചേർത്താൽ മതി. ഒന്നും കൂടെ പറയാം, ജലം തിളക്കുന്നതിലൂടെ ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം അഥവാ ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം എന്ത് ചെയ്താൽ മതി? ജലം തിളപ്പിച്ചാൽ മതി അല്ലേ. ഇനി അതിൻ്റെ സ്ഥിര കാഠിന്യമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ വാഷിംഗ് സോഡ ചേർത്താൽ മതിയാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അടുത്തത് നോക്കിക്കേ, ഒരു ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഏതോ ഒരു ഗ്രൂപ്പിന് എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാൻ പറ്റും. അത് ഏത് ഗ്രൂപ്പ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് വായിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, എന്തിൻ്റെ ബേസിസിലാണ് ഈ രക്തഗ്രൂപ്പുകളെയൊക്കെ തിരിച്ചിരിക്കുന്നതൊക്കെ നോക്കാം. നോക്കിക്കേ, മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പിന് RH ഫാക്ടർ, ബ്ലഡ് ഗ്രൂപ്പിലുള്ള RH ഫാക്ടറും അതുപോലെ ആൻറ്റിജനും, ഇത് രണ്ടെണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് ഗ്രൂപ്പുകളെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് മെയിനായിട്ട് AB ആൻഡ് O ഇങ്ങനെ 4 മെയിൻ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഇതിൽ തന്നെ ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ പോസിറ്റീവും അതുപോലെ നെഗറ്റീവിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അഥവാ മെയിനായിട്ട് 4 ബ്ലഡ് ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ 8 ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അഥവാ A പോസിറ്റീവ് ഉണ്ട്, A നെഗറ്റീവ് ഉണ്ട്. ഇത് നോക്കിക്കേ, B പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, B നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. AB പോസിറ്റീവ് ഉണ്ട്, AB നെഗറ്റീവ് ഉണ്ട്. ഇനി O പോസിറ്റീവ് ഉണ്ട്, O നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇത്രയും 8 ബ്ലഡ് ഗ്രൂപ്പ്സുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, ഇതിൽ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C AB, ഓപ്ഷൻ D O. ഈ 4 ഗ്രൂപ്പുകളിൽ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കുന്ന ഗ്രൂപ്പ് ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. ഇനി നോക്കുക, A എന്നുള്ള ഗ്രൂപ്പിന് ഞാൻ പറഞ്ഞതുപോലെ A പോസിറ്റീവ് ഉണ്ട്, A നെഗറ്റീവ് ഉണ്ടല്ലേ. അപ്പോൾ ഈ A പോസിറ്റീവിന് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാമെന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ശരിയാണോ എന്ന് നോക്കാം. നോക്കിക്കേ, A പോസിറ്റീവുകാർക്ക് A പോസിറ്റീവിൽ നിന്നും, A നെഗറ്റീവിൽ നിന്നും, O പോസിറ്റീവിൽ നിന്നും, O നെഗറ്റീവിൽ നിന്നൊക്കെ ബ്ലഡിനെ സ്വീകരിക്കാൻ പറ്റും. ഇനി A നെഗറ്റീവ് ആണെങ്കിലോ, A നെഗറ്റീവിനാണെങ്കിൽ A നെഗറ്റീവിനും O നെഗറ്റീവിനും മാത്രമാണ് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഈ കാര്യം ക്ലിയർ ആയില്ലേ? നോക്കിക്കേ, പോസിറ്റീവ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് A പോസിറ്റീവും A നെഗറ്റീവും പറ്റും.
അതുപോലെ O പോസിറ്റീവും O നെഗറ്റീവിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. ഇനി A നെഗറ്റീവ് ആവുമ്പോഴോ അവർക്ക് A നെഗറ്റീവും O നെഗറ്റീവിൽ നിന്നും മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നോക്കിക്കേ, ഇതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമില്ല അല്ലേ. പക്ഷേ A പോസിറ്റീവ് ആകുമ്പോൾ എന്താണ്, ഇവിടെ രണ്ടും പോസിറ്റീവായ ആൾക്കാരുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ. അപ്പോൾ എന്താണ്, എക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ബ്ലഡ് A ബിയിൽ നിന്നോ അല്ലെങ്കിൽ ബിയിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡിനെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ എ ഇതിൽ നിന്നും തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഇനി നോക്കിക്കേ അടുത്ത ഗ്രൂപ്പ്, നോക്കിക്കേ ബി ആണല്ലേ. നോക്കുക, ഇതിൽ ബി എന്നുള്ള ബ്ലഡ് ഗ്രൂപ്പിന് ആർക്കൊക്കെ സ്വീകരിക്കാൻ കഴിയും എന്ന് നോക്കാം. അപ്പോൾ ബിയിൽ തന്നെ ബി പോസിറ്റീവും ഉണ്ട്, ബി നെഗറ്റീവും ഉണ്ടല്ലേ. അപ്പോൾ ഈ ബി പോസിറ്റീവുകാർക്കാണെങ്കിൽ അവർക്ക് ബി പോസിറ്റീവിൽ നിന്നും ബി നെഗറ്റീവിൽ നിന്നും O പോസിറ്റീവിൽ നിന്നും O നെഗറ്റീവിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡിനെ സ്വീകരിക്കാൻ കഴിയും. ഇനി ബി നെഗറ്റീവ് ആണെങ്കിലോ അവർക്ക് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ അവരെ സ്വീകരിക്കുകയുള്ളൂ. ആരുടെയൊക്കെയാണ്, ബി നെഗറ്റീവും O നെഗറ്റീവും മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്രകാരമാണെങ്കിൽ നോക്കിക്കേ, ഈ ബി എന്നുള്ള ഉത്തരം അഥവാ ഓപ്ഷൻ ബി എന്നുള്ളത് നമുക്ക് എന്ത് പറയാം, തെറ്റാണ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇനി അടുത്തത് നോക്കുക, അടുത്ത ഓപ്ഷൻ എന്താ വരുന്നത്, എ ബി ആണല്ലേ. അപ്പോൾ എ ബി നോക്കുകയാണെങ്കിൽ എ ബി പോസിറ്റീവും ഉണ്ട്, എ ബി നെഗറ്റീവും ഉണ്ട് അല്ലേ. എ ബി പോസിറ്റീവും ഉണ്ട്, എ ബി നെഗറ്റീവും ഉണ്ട്. അപ്പോൾ എ ബി പോസിറ്റീവിൻ്റെ കേസ് എടുത്ത് നോക്കുക, അവരാരിൽ നിന്നൊക്കെ സ്വീകരിക്കാൻ കഴിയും. അവർക്ക് എ പോസിറ്റീവിൽ നിന്നും എ നെഗറ്റീവിൽ നിന്നും ബി പോസിറ്റീവിൽ നിന്നും ബി നെഗറ്റീവിൽ നിന്നും O പോസിറ്റീവിൽ നിന്നും O നെഗറ്റീവിൽ നിന്നും എ ബി പോസിറ്റീവിൽ നിന്നും എ ബി നെഗറ്റീവിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡിനെ സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അപ്രകാരം പറയുകയാണെങ്കിൽ എന്താണ്, ഇവർക്ക് എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ കഴിയില്ലേ. അപ്പോൾ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ കഴിയുന്ന രക്തഗ്രൂപ്പ് ഏതാണ്, എ ബി ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ഏതാണ്, ഓപ്ഷൻ സി ആണ്, എ ബി ഗ്രൂപ്പാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇനി നോക്കുക, ഒരു ഗ്രൂപ്പും കൂടെ ഇവിടെ ഉണ്ടല്ലേ, O ഗ്രൂപ്പാണ്. O ഗ്രൂപ്പിൽ O പോസിറ്റീവും ഉണ്ട്, O നെഗറ്റീവും ഉണ്ട് അല്ലേ. അതിൻ്റെ കേസും കൂടെ നോക്കിയാലോ. O പോസിറ്റീവ് ആവുമ്പോൾ O പോസിറ്റീവിൽ നിന്നും O നെഗറ്റീവിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ കഴിയും. ഇനി O നെഗറ്റീവ് ആണെങ്കിലോ അവർക്ക് O നെഗറ്റീവിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആരിൽ നിന്നൊക്കെയാണ് ബ്ലഡ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്താം. നോക്കിക്കേ, രക്തഗ്രൂപ്പുകളെയൊക്കെ കണ്ടെത്തിയത് ആരാണെന്നറിയോ, കാൾ ലാൻഡ് സ്റ്റെയ്നറാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേര് ഓർത്തിരിക്കണം അല്ലേ, കാൾ ലാൻഡ് സ്റ്റെയ്നർ. ഓക്കെ, ബ്ലഡ് ആയി എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്റ്റെയിന് വരില്ലേ, കറ വരില്ലേ. അപ്പോൾ അത് സ്റ്റെയ്നറാണ് കണ്ടെത്തിയിരിക്കുന്നത്. എവിടെയാണ്, ലാൻഡിലാണ് അയാൾ കണ്ടെത്തിയത്. അപ്പോൾ ലാൻഡ് സ്റ്റെയ്നർ, കാൾ ലാൻഡ് സ്റ്റെയ്നറാണ് രക്തഗ്രൂപ്പുകളെ കണ്ടെത്തിയത്. ക്ലിയർ ആയില്ലേ. ഇനി നോക്കുക, ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14-നാണ്. ഇനി ദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്, അത് ഒക്ടോബർ 1-നാണ്. ക്ലിയർ ആയില്ലേ. ലോകത്താണെങ്കിൽ അത് ജൂൺ 14-നും ദേശീയ തലത്തിലാണെങ്കിൽ അത് ഒക്ടോബർ 1-നുമാണ് രക്തദാന ദിനം ആചരിക്കുന്നത്. ഇനി നോക്കുക, ചില ഗ്രൂപ്പുകളുണ്ട്, അവർക്ക് ചില പ്രത്യേകതയുണ്ട്. അവയെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ O പോസിറ്റീവ് ഗ്രൂപ്പാണെന്ന് വെച്ചാൽ അത് കൂടുതൽ ആൾക്കാരിലും O പോസിറ്റീവ് ഗ്രൂപ്പ് കാണാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കാണുന്നത് O പോസിറ്റീവ് ഗ്രൂപ്പാണ്. O പോസിറ്റീവ് കഴിഞ്ഞ് രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണുന്നത് A പോസിറ്റീവ് ഗ്രൂപ്പാണ്. ഇനി അധിക പേരിലും കാണാത്ത ഗ്രൂപ്പ് ഏതാണ്, അത് എ ബി നെഗറ്റീവാണ്. അപ്പോൾ ഈ 3 ഗ്രൂപ്പുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് O പോസിറ്റീവാണ്. O പോസിറ്റീവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് A പോസിറ്റീവുമാണ്. ഇനി അധിക പേരിൽ അധികം പഠിച്ചൂലേ, ഇനി കുറവ് പേരിൽ കാണുന്നത് ഏതാണ്, അത് എ ബി നെഗറ്റീവ് ആണ്. ക്ലിയർ ആയില്ലേ. ഇനി നോക്കുക, ആർക്കൊക്കെ രക്തദാനം ചെയ്യാം, അവർക്ക് എത്രത്തോളം രക്തം ദാനം ചെയ്യാം നോക്കാം. ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്തം ദാനം ചെയ്യാൻ പറ്റും. കുട്ടികൾക്കോ അല്ലെങ്കിൽ വയസ്സായവർക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, രക്തം ദാനം ചെയ്യാൻ കഴിയില്ല. പിന്നെ അതുപോലെ എന്താണ്, അസുഖമുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, രക്തദാനം ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു സമയം അയാൾക്ക് 300 ml വരെയാണ് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത്.
ഓക്കെ, അപ്പോൾ എത്ര ലിറ്ററാണ് അയാൾക്ക്, സോറി എത്ര ലിറ്റർ അല്ല മില്ലി ലിറ്ററാണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ലിറ്ററല്ല മില്ലി ലിറ്ററിലാണ് രക്തം ദാനം ചെയ്യുന്നത്. 300 മില്ലി ലിറ്ററാണ് ഒരു ദിവസം ഒരാൾക്ക് ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്തം ദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആർക്കൊക്കെയാണ് ദാനം ചെയ്യേണ്ടത്? ആരോഗ്യമുള്ള ഒരാൾക്കാണ് ദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞു ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പുകൾ തിരിച്ചറിയുന്നത് അവരുടെ ബ്ലഡിലുള്ള ആൻറ്റിജൻ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏത് ബ്ലഡ് ഗ്രൂപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായെന്ന് കരുതുക. മുറിവുണ്ടാവുന്ന സമയത്ത് സാധാരണയായിട്ട് എന്ത് സംഭവിക്കും? രക്തം വാർന്നു പോവാറുണ്ട് അല്ലേ. അങ്ങനെ രക്തം വാർന്നു പോകുന്ന സമയത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് രക്തം വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മരണം വരെ സാധിക്കാനുള്ള കഴിയുമല്ലേ, മരണം വരെ സാധിച്ചേക്കാം. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബ്ലഡിനെ ഒരു ഗ്ലൂ പോലെ ക്ലോട്ട് ചെയ്തിട്ട് നിർത്തണം അല്ലേ, രക്തത്തെ കട്ട പിടിച്ച് നിർത്തണം. അതിനെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്, അഥവാ ജീവകം കെ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കട്ട പിടിച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ? ബ്ലഡ് നല്ലപോലെ നമ്മുടെ ശരീരത്തിൽ നിന്നും പോവില്ലേ. അപ്പോൾ അങ്ങനെ അത് തടയുന്നതാണ് ജീവകം കെ എന്ന് പറയുന്നത്. ഓക്കെ, കട്ട പിടിക്കുന്നു. അങ്ങനെ കട്ട പിടിക്കുന്നതിലൂടെ ബ്ലഡ് എന്ത് ചെയ്യും? അധികമായിട്ട് പോവില്ല. അതിന് ജീവകം കെ സഹായിക്കുന്നത്, അഥവാ വൈറ്റമിൻ കെ ആണ് അതിന് സഹായിക്കുന്നത്. ഇനി ഒന്നൊരു കാര്യം ആലോചിക്കുക. ഇപ്പോൾ നമ്മളൊരു വീട് പണി നടത്തുകയാണെങ്കിൽ ആ വീട് പണിക്ക് എന്ത് വേണം? സിമൻറ്റ് വളരെ അത്യാവശ്യമാണല്ലേ. അപ്പോൾ സിമൻറ്റ് വരുന്ന സമയത്ത് സിമൻറ്റ് ഉണ്ടാക്കുന്നത് വൈറ്റമിൻ കെ കൊണ്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വൈറ്റമിൻ കെ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല, സിമൻറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ സിമൻറ്റ് ഉണ്ടാക്കാൻ കഴിയാതിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ഇഷ്ടികകളൊക്കെ എന്ത് ചെയ്യും? ഉറപ്പിച്ച് നിർത്താൻ കഴിയില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? അത് പൊട്ടിപ്പോവാനുള്ള സാധ്യത, ആ ഒരു ബിൽഡിംഗ് എന്ത് ചെയ്യും? പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് ബ്ലഡ് എന്ത് ചെയ്യും? പൊട്ടിപ്പോകുന്ന സമയത്ത് അവിടെ വൈറ്റമിൻ കെ വന്നിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. നമ്മുടെ ശരീരത്തിലൊരു മുറിവുണ്ടായാൽ വൈറ്റമിൻ കെ വന്നിട്ട് ആക്ട് ചെയ്തിട്ട് ആ ബ്ലഡ് ക്ലോട്ടിനെ തടയുകയാണ്, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് ഫ്ലോയിനെ തടയാണ് ചെയ്യുന്നത്, അഥവാ രക്തമൊഴുക്കിനെയാണ് അത് തടയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിൻ്റെ കാരണമാണ് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഈ ഹീമോഗ്ലോബിൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കിട്ടുന്നത്, ചുവന്ന നിറം കിട്ടുന്നത്. ഇനി ഈ ചുവപ്പ് നിറം നമ്മുടെ ബ്ലഡിന് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ ഒരു അസുഖം വരാറുണ്ട്. അതിൻ്റെ പേരാണ് അനീമിയ എന്ന് പറയും. അനീമിയ എന്ന് പറയുന്നതാണ്, അതൊരു കണ്ടീഷനാണ്. എന്ത് പറയുന്നത്? ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കുറയുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ഒരു ക്ഷീണം പോലെ വരുന്നതൊക്കെയാണ് അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് നമുക്ക് 2 വിശേഷിക്കപ്പെടുന്ന പേരുകളെ പരിചയപ്പെടാം. ഒന്ന് സാർവത്രിക ദാതാവും സാർവത്രിക സ്വീകർത്താവും. ഓക്കെ, എന്താണ് സാർവത്രിക ദാതാവ് എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ കഴിയുന്നവർ അല്ലേ. അത് O നെഗറ്റീവുകാരാണ്. ഈ O നെഗറ്റീവുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരിലേക്കും ബ്ലഡ് കൊടുക്കാൻ കഴിയും. നോക്കി ഈ ചിത്രം നോക്കുക. O നെഗറ്റീവ് ഗ്രൂപ്പാണ്. അവർക്ക് O പോസിറ്റീവ്, O നെഗറ്റീവ്, A പോസിറ്റീവ്, A നെഗറ്റീവ്, B പോസിറ്റീവ്, B നെഗറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവ് എന്നിങ്ങനെ ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും രക്തത്തെ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് സാർവത്രിക ദാതാവ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്, O നെഗറ്റീവ് ഗ്രൂപ്പ്. ഇനി അടുത്ത് നോക്കിക്കേ, AB പോസിറ്റീവ് ഗ്രൂപ്പ് അല്ലേ. AB പോസിറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സാർവത്രിക സ്വീകർത്താവ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഓക്കെ, സ്വീകർത്താവ് എന്ന് വെച്ചാൽ നോക്കിക്കേ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരിൽ AB പോസിറ്റീവുകാർക്ക് ബ്ലഡ് ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഇവരിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ബ്ലഡൊക്കെ വലിച്ചെടുക്കും അല്ലേ. ഇവരിൽ നിന്നൊക്കെ AB പോസിറ്റീവ്, B പോസിറ്റീവ്, A പോസിറ്റീവ്, O നെഗറ്റീവ്, ഇവരുടെയൊക്കെ നെഗറ്റീവ് O പോസിറ്റീവ്, ഇവരുടെയൊക്കെ എന്ത് ചെയ്യും? ബ്ലഡിനെ ആര് സ്വീകരിക്കും? AB പോസിറ്റീവുകാർ സ്വീകരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, അടുത്തൊരു കാര്യം വരുന്നത് ഹീമോഗ്ലോബിന് അടങ്ങിയിരിക്കുന്ന ഒരു ലോഹമുണ്ട് അല്ലേ. അതെന്താണ്? ഇരുമ്പാണ് ഹീമോഗ്ലോബിന് അടങ്ങിയിരിക്കുന്നത്. ഇനി നോക്കുക, ഈ ഒരു 4 എന്നുള്ളൊരു സംഖ്യ ഒന്ന് ഓർത്തിരിക്കേണ്ടി വരും കേട്ടോ. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത്
4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡ് എന്ത് ചെയ്യും, ബാഗിൽ സൂക്ഷിക്കും അല്ലേ. അതിൻ്റെ രക്തബാഗുകളിൽ രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി നോക്കുക, ഇതിൽ രക്തം ഒരുപാട് നേരം സൂക്ഷിച്ച് വെക്കേണ്ടതല്ലേ. അപ്പം എന്ത് ചെയ്യും, ആ രക്തം സ്വീകരിച്ച ശേഷം എന്ത് ചെയ്യും, അത് രക്തബാഗുകളിലേക്ക് ആക്കും. എന്നിട്ട് അതിനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഉണ്ട്. അതിനെയാണ് സോഡിയം സിട്രേറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്, സോഡിയം സിട്രേറ്റ് ആ ഒരു ബ്ലഡിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ രക്തബാഗുകളിൽ നിന്നും ആ രക്തം കട്ടയെ പിടിക്കില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ. അപ്പോൾ ഈ സോഡിയം സിട്രേറ്റ് എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, കുറേ നേരത്ത് സിറ്റ് ചെയ്യണമല്ലേ, കുറേ നേരത്ത് ഇരിക്കണമല്ലേ, കട്ടയാവാതെ ഇരിക്കണം. അപ്പോൾ ആ സിറ്റ് എന്നത് ഇരിക്കുന്നത് ആലോചിക്കുക. അപ്പോൾ എന്താണ്, സോഡിയം സിട്രേറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇനി ഞാനിവിടെ പറഞ്ഞു 4 ഓർത്തിരിക്കുകയാണല്ലേ. ഇനി നോക്കുക, രക്തത്തിൻ്റെ pH മൂല്യം 7.4 ആണ്. നമ്മൾ പറഞ്ഞു ഒരു ശുദ്ധജലത്തിൻ്റെ pH എന്ന് പറയുന്നത് 7 ആണെന്ന് പഠിച്ചൂലേ. അപ്പോൾ ഈ ഒരു രക്തത്തിൻ്റെ pH ആണെങ്കിൽ അത് 7 ആണ്, 7.4 ആണ്. ഓക്കെ, അപ്പോൾ 7.4 ആണ് എന്ത് പറയുന്നത്, രക്തത്തിൻ്റെ pH. അതുപോലെ രക്തബാഗുകളിൽ രക്തം സൂക്ഷിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്, 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ 4 ഇങ്ങനെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് രോഗങ്ങളും അതിൻ്റെ മറ്റൊരു പേരും പരിചയപ്പെടാം. ആദ്യം തന്നെ വീൽസ് ഡിസീസ് ആണ് അല്ലേ. വീൽസ് ഡിസീസ് എന്ന് പറഞ്ഞു വെച്ചാൽ എലിപ്പനിനെയാണ് വീൽസ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആലോചിച്ചിരിക്കാൻ വേണ്ടി, എലി എപ്പോഴും എന്താണ്, ഓടിക്കൊണ്ടിരിക്കുന്നവരാണല്ലേ. അപ്പോൾ അവർക്ക് വീല് വെച്ചിട്ടാണ് അവർ ഓടുന്നത് എന്ന് ആലോചിക്കുക, അഥവാ ചക്രം വെച്ചിട്ടാണ് അവർ ഓടുന്നത് എന്ന് ആലോചിച്ചാൽ നോക്കിക്കേ, എലിപ്പനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് വീൽസ് ഡിസീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ, അത് പഠിച്ചില്ലേ, ഇനി അത് മറക്കില്ലല്ലോ. ഇനി നോക്കുക, അടുത്തത് ക്ഷയമാണ്. ക്ഷയം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, TB ആണല്ലേ. TB ഡിസീസിനെയാണ് ക്ഷയം എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ TB വന്നവർക്ക് എന്തായിരിക്കും, എപ്പോഴും ചുമയായിരിക്കും അല്ലേ. ചുമ എന്ന് പറയുന്നത് എന്താണ്, കോഴി കൂവുന്നത് പോലെ ആയിരിക്കും അല്ലേ ചുമയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അത് ആലോചിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കോക്സ് ഡിസീസ്, കോക്സ് കോഴി കോക്കാണ്, അപ്പോൾ കോക്സ് ഡിസീസാണ് ക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ, അതും കിട്ടിയില്ലേ, അതും പഠിച്ചില്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, ഗോയിറ്റർ ആണല്ലേ. ഗോയിറ്റർ ഡിസീസിന് മറ്റൊരു പേരാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോയിറ്റർ എന്ന് വെച്ചാൽ എന്താണ്, അത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ അമിതമായ വളർച്ചയാണല്ലേ, അതിനെയാണ് ഗോയിറ്റർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഒരു കുഴി പോലെയാണല്ലേ, ഗ്രേവ് എന്ന് വെച്ചാൽ കുഴി എന്നാണ്. അപ്പോൾ അതൊരു കുഴി പോലെയാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഗോയിറ്റർ എന്ന് പറയുന്നത് ഗ്രേവ്സ് ഡിസീസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാനൊരു ടിപ്പാണ് കുഴി പോലെയുള്ളത്, ഗ്രേവ് പോലെയുള്ളത്. അപ്പോൾ ഗോയിറ്റർ ഗ്രേവ് ഡിസീസ്, അതും കിട്ടിയില്ലേ. ഇനി നോക്കിക്കേ, അടുത്തത് നമുക്ക് ജർമ്മനിയിൽ റുബല്ല പോയിട്ട് മീൽസ് കഴിച്ചു. എന്താണ്, ജർമ്മനിയിൽ റുബല്ല പോയിട്ട് മീൽസ് കഴിച്ചു, അഥവാ ജർമ്മൻ മീസിൽസ് ആണ് റുബല്ല എന്ന് പറയുന്ന രോഗം. റുബല്ലേൻ്റെ മറ്റൊരു പേരാണ് ജർമ്മൻ മീസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കിട്ടിയില്ലേ. ഇനി നോക്കിക്കേ, അടുത്തതാണ് ഡെങ്കിപ്പനി. അടുത്ത എന്താണ്, ഡെങ്കിപ്പനിയില്ലേ. അപ്പോൾ ഡെങ്കിപ്പനിക്ക് എന്ത് സംഭവിക്കും, അമിതമായ പനിയായിരിക്കില്ലേ. പനി വന്നിട്ട് എന്ത് ചെയ്യും, എല്ല് വരെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെങ്കിപ്പനിക്ക് ബ്രേക്ക് ബോൺ അഥവാ എല്ല് പൊട്ടൽ, ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഡെങ്കിപ്പനിയും കിട്ടിയില്ലേ. അപ്പോൾ ഇത്രയാണ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കിയത്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വരാം. എലിപ്പനിയാണ്, എലികൾക്ക് എന്താണ്, ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് വീൽസ് വെച്ചിട്ട്. അപ്പോൾ വീൽസ് ഡിസീസാണ്, അത് ഓർത്തിരിക്കാൻ. ക്ഷയമാവുമ്പോൾ എന്താണ്, ചുമയാണല്ലേ. അപ്പോൾ കോക്സ് ഡിസീസ് അഥവാ കോഴി കൂവുന്നത് പോലെ ആവുമ്പോൾ കോക്സ് ഡിസീസാണ്, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത നോക്കിക്കേ, ഗൊയറ്റർ ആണല്ലേ. അപ്പോൾ ഈ ഗൊയറ്റർ ഓർത്തിരിക്കാൻ എന്താണ്, ഗ്രേവ്സ് ഡിസീസ്, കുഴി പോലെ ആയിരിക്കും അല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തത് എന്തായിരുന്നു, ജർമ്മനിയിൽ റുബല്ല പോയിട്ട് മീൽസ് കഴിച്ചു അല്ലേ. അതെന്തായിരുന്നു, റുബല്ല എന്നതിൻ്റെ മറ്റൊരു പേരാണ് ജർമ്മൻ മീസിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിച്ചതാണ് ഡെങ്കിപ്പനിയിലെ. ഡെങ്കിപ്പനിക്ക് എന്താണ്, എല്ല് പൊട്ടുന്ന പനിയാണല്ലേ. അപ്പോൾ ബോൺ ബ്രേക്ക് ഫീവർ എന്നാണ്, ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ടൈഫോയിഡ്. ഓക്കെ, ടൈഫോയിഡ് എങ്ങനെയാണ് വരുന്നത്, അത് നമ്മൾ മാലിന്യമുള്ള ഭക്ഷണങ്ങളൊക്കെ, മലിനീകരണമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴാണല്ലേ. അപ്പോൾ ഈ ഭക്ഷണം എവിടേക്കാണ് എൻ്റർ ആവുന്നത്, എൻട്രി ഇൻ ടു ഇൻറ്റസ്റ്റൈൻ അഥവാ അന്നനാളയത്തിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടൈഫോയിഡിന്
എൻട്രിക് ഫീവർ എന്ന് പറയാം. ഓക്കെ, ടൈഫോയിഡിന് എന്താ പറയുന്നത്? എൻട്രിക് ഫീവർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയില്ലേ? ക്ലിയർ ആയില്ലേ? ഇനി ഇത് മറക്കില്ലല്ലോ. ഇനി അടുത്ത നോക്കിക്കേ, അടുത്തത് രണ്ടും എയ്ഡ്സ് ആണല്ലേ. എയ്ഡ്സിന് എന്തൊക്കെ പേര് പറയും നോക്കിക്കേ? ഗ്രിഡ് ഡിസീസ് എന്നും സ്ലിം ഡിസീസ് എന്നും പറയും. ഗ്രിഡ് ഡിസീസ്, സ്ലിം ഡിസീസ് പറയും. ഇനി നോക്കുക, ഈ എയ്ഡ്സ് വന്നവർ എന്ത് സംഭവിക്കും? സ്ലിം ആവും അല്ലേ, സ്ലിം ആയിട്ട് മാറും. സ്ലിം ഡിസീസ്, അത് ഓർത്തിരിക്കാനുള്ളതായി. ഇനി ഗ്രിഡ് ഓർത്തിരിക്കേണ്ടേ? ഗ്രിഡ് എന്ന് വെച്ചാൽ എന്താണ്? വേലിയാണല്ലേ. അപ്പോൾ ഈ സ്ലിം ആവുന്നതിൽ നിന്നും, എയ്ഡ്സ് വന്ന് സ്ലിം ആവുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വേലി കെട്ടി തടയണം. അപ്പോൾ അതിനെ ഗ്രിഡ് ഡിസീസ് എന്നും പറയും. ഓക്കെ, ഇത് കിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, മലമ്പനിയാണല്ലേ. അപ്പോൾ ഈ മലമ്പനിനെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കും. അപ്പോൾ മലമ്പനി എന്ന് പറയുന്നത് എന്താണ്? കൊതുകിലൂടെ പടരുന്നതാണല്ലേ മലമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കൊതുക് പോയിട്ട് എന്ത് ചെയ്യും? ബ്ലാക്ക് വാട്ടറിൽ പോയിട്ട് മുട്ടയിടും. അങ്ങനെയാണ് എന്ത് വരുന്നത്? ബ്ലാക്ക് വാട്ടർ ഫീവർ വരുന്നത്. അത് ഓർത്തിരിക്കാനുള്ള ടിപ്പ് കിട്ടിയില്ലേ? ഇനി നോക്കുക, അടുത്തത് പക്ഷിപ്പനി. അതിനെ ഏവിയേഷൻ ഇൻഫ്ലുവൻസ അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ. ഏവിയേഷൻ എന്ന വാക്ക് ആലോചിക്കുക. അപ്പോൾ ഏവിയേഷൻ എന്ന് പറയുമ്പോൾ ആകാശത്തുകൂടെ പറക്കുന്നതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? പക്ഷികളും ആകാശത്തുകൂടെയാണ് പറക്കുന്നത്. അപ്പോൾ പക്ഷിപ്പനിനെ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന രീതിക്ക് നമുക്ക് ഓർത്തിരിക്കാനുള്ളതായി. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡെങ്കിപ്പനി വരെ എന്ത് ചെയ്തു? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു. അത് കഴിഞ്ഞുള്ളത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എൻറ്ററിക് ഫീവർ. എൻറ്ററിക് ഫീവർ എന്ന് പറയുമ്പോൾ ടൈഫോയിഡാണ്. അതെന്താ പഠിച്ചത്? ഭക്ഷണം കഴിക്കുന്നതിലൂടെ, മോശമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണല്ലോ ടൈഫോയിഡ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫുഡിൻ്റെ എൻട്രിയാണ്. അപ്പോൾ എൻറ്ററിക് ഫീവർ എന്നാണ് അതറിയപ്പെടുന്നത്. എയ്ഡ്സ് രണ്ട് പേരുകൾ പറയുന്നുണ്ട്. എന്താണ്? സ്ലിം ഡിസീസും ഗ്രിഡ് ഡിസീസും. അതെന്തായിരുന്നു? എയ്ഡ്സ് വന്നിട്ട് സ്ലിം ആകുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? വേലി കെട്ടി തടയണം, ഗ്രിഡ് വെക്കണം. ഓക്കെ, അപ്പോൾ സ്ലിമ്മും ഗ്രിഡുമാണ് എയ്ഡ്സ് ഡിസീസ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുക, മലമ്പനിയിലെ. മലമ്പനി എന്താണ്? കൊതുക് പരത്തുന്നതാണ്. കൊതുക് ബ്ലാക്ക് വാട്ടറിലാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് വാട്ടറിൽ പോയിട്ട് മുട്ടയിടുന്നതാണ്. അത് വെച്ചിട്ട് നോക്കുമ്പോൾ മലമ്പനിനെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നു. ഇനി നോക്കുക, പക്ഷിപ്പനിയാണല്ലേ. പക്ഷിപ്പനി എന്താണ്? ഏവിയൻ ഇൻഫ്ലുവൻസ. ഏവിയേഷൻ എന്ന് ആലോചിക്കുക പക്ഷികളെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിനുള്ള ഉത്തരവും കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? കുറേ രോഗങ്ങളും അതിൻ്റെ മറ്റൊരു പേര് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം, ലോക കാഴ്ച ദിനം എന്നാണ്? ഒക്ടോബർ 1, ഒക്ടോബർ 10, സെപ്റ്റംബർ 5, ഡിസംബർ 1. ഇതിൽ ഏത് ദിവസമാണ് ലോക കാഴ്ച ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ഓപ്ഷൻ ബി, ഒക്ടോബർ 10-നാണ് ലോക കാഴ്ച ദിനം. ഇനി നമുക്ക് കുറച്ച് തീയതികളും ആ ദിനത്തെ എന്താണ് ആചരിക്കുന്നത് എന്ന് നോക്കാം. നോക്കിക്കേ, ഇത് പഠിക്കുന്ന സമയത്ത് രണ്ടെണ്ണം വീതം ഒരു കഥയായിട്ട് പഠിക്കാം. നോക്കിക്കേ, സെപ്റ്റംബർ 5 അത് അധ്യാപക ദിനം, ദേശീയ അധ്യാപക ദിനമാണ്. ഇനി സെപ്റ്റംബർ 14-നാണെങ്കിൽ ദേശീയ ഹിന്ദി ദിനവും. അപ്പോൾ അധ്യാപകൻ ഏതാ സബ്ജക്റ്റ് എടുക്കുന്നത്? ഹിന്ദിയാണ് എടുക്കുന്നത് ആലോചിക്കുക. അപ്പോൾ 15-ന് അധ്യാപക ദിനവും സെപ്റ്റംബർ 14-ന് ദേശീയ ഹിന്ദി ദിനവുമാണ്. ഇനി അടുത്ത നോക്കിക്കേ, അൽഷീമേഴ്സ് ഉള്ളവരെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് അടുത്ത 2 തീയതികൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അൽഷീമേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ മറവിയുള്ളവർ, ആ അസുഖം വരുന്നവരെയാണ് അൽഷീമേഴ്സ് അസുഖം എന്ന് പറയുന്നത്. ഓക്കെ, മറവി അനുഭവപ്പെടുന്നത്. അപ്പോൾ ലോക അൽഷീമേഴ്സ് ദിനം സെപ്റ്റംബർ 21 ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 27 ആചരിക്കുന്നത്. ക്ലിയർ ആയോ? അൽഷീമേഴ്സ് എല്ലാവരും കൂടി എന്തിനു പോയി? വിനോദസഞ്ചാരത്തിലേക്ക് പോയി. ഇനി അടുത്ത നോക്കിക്കേ, ഒക്ടോബർ 1, ഒക്ടോബർ 2. ഒക്ടോബർ 1 എന്ന് പറയുന്നത് അന്തർദേശീയ വയോജന ദിനം അഥവാ വയസ്സായ ആൾക്കാരുടെ ദിവസമാണ് വയോജന ദിനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒക്ടോബർ 1-നായിട്ടും ഒക്ടോബർ 2 ലോക അഹിംസാ ദിനം അഥവാ ഗാന്ധി ജയന്തി ആണല്ലേ ഒക്ടോബർ 2 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വയസ്സായവർക്ക് എന്ത് ചെയ്യണം? അഹിംസ വേണമല്ലേ. അപ്പോൾ വയസ്സായവർക്ക് അഹിംസ വേണം. അന്തർദേശീയ വയോജന ദിനം ഒക്ടോബർ 1 2 പറയുന്നത് എന്താണ്? അഹിംസ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, 16 എന്ന് പറയുന്നത് ലോക ഭക്ഷ്യദിനം അല്ലേ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനവും 17 അതിന് തൊട്ടടുത്ത ദിവസം
1ഉം 2ഉം പഠിച്ചത് നമ്മൾ എന്തായിരുന്നു? ഒക്ടോബർ 1ഉം 2ഉം അന്തർദേശീയ വയോജന ദിനവും അഹിംസാ ദിനവും അല്ലേ. ഇനി 16ഉം 17ഉം ആണെങ്കിൽ 16 ലോക ഭക്ഷ്യ ദിവസം. ഓക്കെ, ലോക ഭക്ഷ്യ ദിവസമാണ്. 17 എന്ന് പറയുന്നത് എന്താണ്? അന്തർദേശീയ ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. അഥവാ ഭക്ഷണം കഴിക്കുകയും ചെയ്തു, അവസാനം എന്ത് ചെയ്തു? ദാരിദ്ര്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ 16 ലോക ഭക്ഷ്യ ദിനവും 17 എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനവുമാണ്. ഇനി നോക്കുക 14 നവംബർ 14 നമുക്കറിയാമല്ലേ, ചിൽഡ്രൻസ് ഡേ ആണല്ലേ. ആ ചിൽഡ്രൻസ് ഡേയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ചിൽഡ്രൻസ് ഡേ ആകുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് ധാരാളം മിഠായികളൊക്കെ കിട്ടാറുണ്ട് അല്ലേ. അങ്ങനെ അത് കഴിച്ച് എന്ത് വന്നു? ഷുഗർ വന്നു എന്ന് ആലോചിക്കാം. അങ്ങനെയെങ്കിൽ നവംബർ 14 ശിശുദിനവുമാണ്, അതുപോലെ ലോക പ്രമേഹ ദിനവുമാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത നോക്കിക്കേ, ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം അല്ലേ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനവും. ഇനി എയ്ഡ്സ് ഉള്ളവർക്ക് എന്ത് വേണം? അവകാശമുണ്ട് അല്ലേ. നമ്മുടെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഡിസംബർ 10 എന്താണ്? ലോക മനുഷ്യാവകാശ ദിനവുമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. സെപ്റ്റംബർ 5 അധ്യാപക ദിനവും 14 എന്തായിരുന്നു? ഹിന്ദി ദിനവുമായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അധ്യാപകൻ ഹിന്ദി ആയിരുന്നു സബ്ജക്റ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി സെപ്റ്റംബർ 21നും 27നും അല്ലേ. 21 എന്താണ്? അൽഷേമേഴ്സ് ദിനവും 27 വിനോദസഞ്ചാര ദിനവുമാണ്. ഇനി ഒക്ടോബർ 1ഉം 2ഉം അല്ലേ. 1 എന്താണ്? വയോജന ദിനം അഥവാ വയസ്സായ ആൾക്കാരുടെ ദിനമാണ്. ഒക്ടോബർ 2 അഹിംസാ ദിനവുമാണ്. ഇനി 16ഉം 17ഉം അല്ലേ. 16 ലോക ഭക്ഷ്യ ദിനവും അന്തർദേശീയ ദാരിദ്ര്യ ദിനം ഒക്ടോബർ 17നുമാണ്. നവംബർ 14 ചിൽഡ്രൻസ് ഡേയുമാണ്. പിന്നെന്ത് ദിനവുമാണ്? പ്രമേഹ ദിനവുമാണ്. ഇനി ഡിസംബർ 1 എയ്ഡ്സ് ദിനവും ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനവുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും തീയതികൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു സെഗ്മെൻ്റ് ഒന്ന് കേട്ട് നോക്കുക, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം, ഇവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. DNA-യിൽ 4 നൈട്രജൻ ബേസാണ് ഉള്ളതെന്ന് അറിയാം. അതിൽ ഏതോ ഒന്ന് ഓപ്ഷനിൽ ഇല്ലാത്തതാണ്. അതേതെന്ന് കണ്ടെത്തണം. നോക്കിക്കേ, A അഡിനിൻ, B തൈമിൻ, C ഗ്വാനിൻ, D യുറാസിൽ. ഏതാണ് DNA-യിൽ കാണാത്ത നൈട്രജൻ ബേസ്? യെസ്, ഓപ്ഷൻ ഡി യുറാസിലാണ് DNA-യിൽ കാണാത്തത് അല്ലേ. അപ്പോൾ ഏതാണ് കാണുന്നത്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ 4 നൈട്രജൻ ബേസുകളാണ് DNA-ക്കുള്ളത് അല്ലേ. യുറാസിൽ എന്തിനാണ് കാണുന്നത്? അത് RNA-യിൽ കാണപ്പെടുന്നതാണ് യുറാസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, DNA-ക്ക് എന്തിൻ്റെ ആകൃതിയാണ്? നോക്കിക്കേ, ഒരു ചുറ്റുകോവണിയുടെ അഥവാ ഒരു കോണി പോലെ പോകുന്നത് അല്ലേ, ചുറ്റിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ആകൃതിയാണ് DNA-ക്ക് അല്ലേ. ഇനി ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് DNA-യുടെ പൂർണ്ണനാമം. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി RNA-യുടെ ആണെങ്കിലോ, RNA-യുടെ മുഴുവൻ നാമം, പൂർണ്ണ നാമം എന്ന് പറയുന്നത് എന്താണ്? അത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണല്ലേ. ഓക്കെ, അപ്പോൾ DNA-യുടെയും RNA-യുടെയും പൂർണ്ണ രൂപം നമ്മൾ നോക്കി. ഇനി അടുത്ത നോക്കിക്കേ, ഈ DNA കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് D വാട്സണും അതുപോലെ ഫ്രാൻസിസ് ക്രിക്കുമാണ് കണ്ടെത്തിയത് അല്ലേ. നോക്കിക്കേ, ജംസ് മുട്ടായി പോലെ ഇല്ലേ. അപ്പോൾ ജെയിംസ് എന്ന് ആലോചിക്കുക. എന്താണ്? ജെയിംസ് D വാട്സണും അതുപോലെ ഒരു ക്രിക്കി ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? ഫ്രാൻസിസ് ക്രിക്കുമാണ് ഈ DNA-യുടെ ഘടന കണ്ടുപിടിച്ചത്. ഇനി അനേകം ന്യൂക്ലിയോടൈഡ് തന്മാത്രകൾ ചേർന്നതാണ് DNA നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അഥവാ ഒരു ഫോസ്ഫേറ്റ് ഷുഗറും അഥവാ പെൻറ്റോസ് ഷുഗറും പിന്നെ അതുപോലെ നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസ് നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യം ഡിസ്കസ് ചെയ്തു അല്ലേ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ 4 നൈട്രജൻ ബേസസ് ഇല്ലേ, അതും ഒരു പെൻറ്റോസ് ഷുഗറും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടിയിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഒരുപാട് എണ്ണം കൂടി ചേർന്നതാണ് ഒരു DNA ആയിട്ട് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ?
അപ്പോൾ ആരാ കണ്ടുപിടിച്ചത്? DNA കണ്ടുപിടിച്ചത് ജെയിംസ് ഡി വാട്സണും ഫ്രാൻസിസ് കിക്കുമാണ്. ഒരു DNA ന്യൂക്ലിയോടൈഡ് തന്മാത്രകൾ ഒന്നിലധികം ചേർന്നിട്ട്, ഒന്നിലധികം അല്ല, ഒരുപാട് ചേർന്നിട്ടാണ് DNA നിർമ്മിച്ചിരിക്കുന്നത്. DNA ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസസ് കൂടിയിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, നെക്സ്റ്റ് പറയുന്നതാണ് പാരമ്പര്യ സ്വഭാവവാഹികൾ എന്നറിയപ്പെടുന്നത് ജീനുകളാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ജെനറ്റിക്സിലെ ഒരു ഭാഗമാണ് ജീൻ എന്ന് പറയുന്നത്. ആ ജീൻ എന്ന് പറയുന്നത് എന്താണ്? പാരമ്പര്യ സ്വഭാവം, അഥവാ പാരൻസിൻ്റെയൊക്കെ ആയിരിക്കും ആർക്ക് കിട്ടുന്നത്? അവരുടെ ബേബിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിനെയാണ് ജീനുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ജീൻ എന്ന പേര് നൽകിയത് ആരാണ്? ജോഹൻ സൺ. ഓക്കെ, അവരുടെ പാരമ്പര്യമായിട്ടുള്ള ആൾക്കാർക്കാണല്ലോ അത് വരുന്നത് ജീന്. അപ്പോൾ എന്താണ്? അതിന് സൺ, ജോഹൻ സൺ എന്നാണ് അത് കണ്ടുപിടിച്ചത്, ജീൻ കണ്ടുപിടിച്ച ആളുടെ പേര് വരുന്നത്. ഇനി നോക്കിക്കേ, DNA പരിശോധന നടത്തുന്ന ടെസ്റ്റ് ഏതാണെന്നറിയോ? അതാണ് സദേൺ ബ്ലോട്ട് ടെസ്റ്റ്. എന്താണ്? സദേൺ ബ്ലോട്ട് ടെസ്റ്റിലൂടെയാണ് DNA പരിശോധന നടത്തുന്നത്. ഇനി നോക്കിക്കേ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ് DNAയുടെ നൈട്രജൻ ബേസുകൾ. അത് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. ഇനി അപ്പോൾ ഈ DNAയിലും RNAയിലുമുള്ള പ്രധാന വ്യത്യാസം തന്നെ എന്താണ്? മെയിനായിട്ട് 2 വ്യത്യാസങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് DNAയിൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആയിരിക്കും. ഓക്കെ, ഇനി അത് RNAയിലെ കേസിൽ വരുന്ന സമയത്ത് അഡിനിൻ, തൈമിന് പകരം എന്ത് വരും? യുറാസിൽ വരും അല്ലേ. തൈമിന് പകരം യുറാസിൽ വരും. അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ, അങ്ങനെ എന്ന രീതിക്കായിരിക്കും RNAയിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ പേരിൽ തന്നെയാണ്. നോക്കിക്കേ, DNAയിൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ RNAയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഈ സെഗ്മെൻറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസർ മാത്രമല്ല, കുറച്ചും കൂടെ അതിന് ഡീപ്പായിട്ട് ആ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.